നമസ്കാരം. ഫലസ്തീനികളെ മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് ആട്ടിയോടിക്കാനുള്ള നീക്കത്തിനെതിരെ സൗദിയിലെ തുർക്കി അൽ ഫൈസൽ രാജകുമാരൻ രംഗത്തെത്തുകയാണ്. അതുപോലെ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ട്രംപിനെതിരെയും ട്രംപ് നടത്താൻ പോകുന്ന ഈ ഒരു പ്രക്രിയയ്ക്ക് പിന്നാലെയും പിന്തുണയല്ലാതെ വളരെയധികം ക്രൂരമായ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ടുവരുന്നത്. പറ്റിക്കലാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ നടത്തിയത് എന്നാണ് ട്രംപിനെതിരെ എല്ലാവരും പറയുന്നത്. ട്രംപ് വന്നാൽ ഗസ ആകെ മാറുമെന്നും ഫലസ്തീനൊക്കെ രാജ്യമെമ്പാടും എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു വലിയ ടൂറിസം മേഖലയാകുമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയുള്ളവരെ പറ്റിക്കുകയാണ് ശരിക്കും ട്രംപ് ചെയ്തതെന്നാണ് ഇതിലൂടെ എല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് എത്തി വംശീയ ഉന്മൂലനത്തിലൂടെ ഭൂമി കയ്യേറി ഇസ്രായേലാണ് ഫലസ്തീനികളെ അഭയാർത്ഥികളാക്കിയതെന്ന്, ഫലസ്തീനികളെ പുറത്താക്കാൻ പ്ലാനില്ലെങ്കിൽ ഇസ്രായേൽ പിടിച്ചെടുത്ത് അവരുടെ സ്വന്തം മണ്ണിലേക്കാകണമെന്നും മുൻ സൗദി ഇന്റലിജൻസ് മേധാവി കൂടിയായ തുർക്കി അൽ ഫൈസൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇസ്രായേലിനെ പിന്തുണച്ച് യുഎസിനെതിരെ എണ്ണ ഉൽപാദനം നിർത്തിവെച്ച് ലോകത്തെ ഞെട്ടിച്ച ഫൈസൽ രാജാവിന്റെ മകൻ, സൗദിയുടെ മുൻ US അംബാസിഡർ, സൗദിയിലെ ഉപദേഷ്ടാവ്, ഇന്റലിജൻസ് വിഭാഗം മുൻ മേധാവി എന്നീ നിലകളിൽ ശ്രദ്ധേയനാണ് തുർക്കി അൽ ഫൈസൽ രാജകുമാരൻ. അദ്ദേഹം ട്രംപിന് എഴുതിയ കത്ത് ഇന്ന് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതിലാണ് ട്രംപിന്റെ നിലപാടിനെതിരെ തന്നെ രൂക്ഷമായ വാക്കുകൾ ഉള്ളത് എന്ന് പറയാം. താഴെ പറയുന്നവയെ അല്ലെങ്കിൽ അതിങ്ങനെയാണ് പുറത്തോട്ട് വരുന്നത്. ഫലസ്തീൻ ജനത അനധികൃത കുടിയേറ്റക്കാരല്ല എന്നും ഇസ്രായേലാണ് അവരുടെ വീടുകൾ തകർത്തതെന്നും പറയുന്നു. ഓരോ കൂട്ടക്കൊലയ്ക്ക് ശേഷവും അവർ വീടുകൾ നിർമ്മിക്കുന്ന പോലെ ഇത്തവണയും നിർമ്മിക്കും. ഗസയിലെ ജനതയിൽ ഭൂരിഭാഗവും അഭയാർത്ഥികളാണ് ഉള്ളത്. 1948 മുതലുള്ള ഇസ്രായേലിന്റെ വംശഹത്യയാണ് ഇതിനെല്ലാത്തിനും പ്രധാനപ്പെട്ട കാരണം. ഇത് ലോകമെമ്പാടും അറിയുന്ന ഒരു സത്യം തന്നെയാണ്. അവരെ ഗസയുടെ മണ്ണിൽ നിന്നും ആട്ടി ഓടിക്കാനാണ് ശ്രമമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അവരെ അയക്കേണ്ടത് ഒലീവിന്റെ ഓറഞ്ചിന്റെയും മണ്ണായ ജഫയിലേക്കും ഹൈഫയിലേക്കുമാണെന്ന് കത്ത് തുടരുന്നു. ഇസ്രായേൽ കൂട്ടക്കൊല നടത്തി മോഷ്ടിച്ച വീടുകൾ സ്ഥാപിച്ച പ്രദേശങ്ങളെ ചൂണ്ടിക്കാട്ടി തുർക്കി അൽ ഫൈസൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് യൂറോപ്പിൽ നിന്നെല്ലാം വന്നവർ ഭീകരത നടത്തിയാണ് ഫലസ്തീനികളുടെ ഭൂമി പിടിച്ചെടുത്തത്. അവരെ കൊന്ന് വംശഹത്യ നടത്തുകയും ചെയ്തു. ഇസ്രായേൽ എന്ന കൊലപാതകങ്ങൾക്ക് അന്ന് കൂട്ടുനിന്നവരാണ് USഉം UKയും ഒക്കെ തന്നെയും. ഓർക്കണമെന്ന് അത് കത്തിൽ പ്രത്യേകം പറയുന്ന കാര്യമാണ്. നിങ്ങൾ അറബ് ലോകത്ത് സമാധാനത്തിൽ ശ്രമിച്ച ആളാണെന്നും ട്രംപിനോട് പറയുന്ന കത്ത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനൊരു വഴിയേ ഉള്ളൂ. ജെറുസലേം ആസ്ഥാനമായി രാഷ്ട്രത്തിനുള്ള ഫലസ്തീൻ ജനതയുടെ അവകാശം വകവെച്ചു കൊടുക്കുക. ഗസയെ അമേരിക്ക സ്വന്തമാക്കുമെന്ന് ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർത്തുക. ഫലസ്തീനികളെ ഗസയിൽ നിന്ന് പുറന്തള്ളാനുള്ള നീക്കം അംഗീകരിക്കാൻ ആവില്ലെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് പറഞ്ഞതിനെതിരെ പറയുന്നുണ്ട്. ഫലസ്തീനികളെ അവരുടെ മണ്ണിൽ നിന്ന് പുറന്തള്ളാനുള്ള ഏതൊരു നീക്കവും അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗസയിലെ അവസ്ഥയെക്കുറിച്ചുള്ള UN പ്രത്യേക സമ്മേളനത്തിൽ തന്നെ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. സ്വന്തം മണ്ണിൽ മനുഷ്യരായി ജീവിക്കാനുള്ള അവകാശമാണ് ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടത് എന്ന് പറയുന്നു. എന്നാൽ അത്തരം അവകാശങ്ങൾ ഇല്ലാതാകുന്നതാണ് നാം ഇപ്പോൾ കാണുന്നത് എന്ന് പറയുന്നു. ഒരു ജനതയെ മുഴുവൻ ഭയപ്പെടുത്തുന്ന വ്യവസ്ഥാപിതമായ തന്നെ നടപടികളാണ് അവിടെ അദ്ദേഹം പറയുന്നുണ്ട്. പരിഹാരങ്ങൾക്കായുള്ള അന്വേഷണം പ്രശ്നം കൂടുതൽ വഷളാക്കരുത് എന്ന് പറയുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും ഏതെങ്കിലും തരത്തിലുള്ള വംശീയ ഉന്മൂലനം ഒഴിവാക്കേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടമായ ഗസയിൽ സമ്പൂർണ്ണ വെടിനിർത്തലിനും ഗുട്ടറസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഫലസ്തീനികൾ ഗസയിൽ നിന്ന് അയൽ രാജ്യങ്ങളിലേക്ക് പോകണമെന്നും ഗസയെ അമേരിക്ക പിടിച്ചെടുത്ത് പുനർനിർമ്മിക്കുമെന്നുമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്.